ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQസുമായിട്ടാണ്. ഏത് ചാപ്റ്ററിലെയാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലെയാണ്, സോഷ്യൽ സയൻസിൽ ഏതിലാണ് എന്നൊക്കെ മക്കൾക്ക് സംശയം ഉണ്ടാവും. യെസ്, നമ്മുടെ റൂളിംഗ് ദ കൺട്രീസ് ആണ് ഹിസ്റ്ററിയിലെ ഒരു 5 MCQസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മക്കൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലുള്ള 1-2 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്തായാലും വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ദ ചമ്പാരൻ മൂവ്മെന്റ് വാസ് എഗെയിൻസ്റ്റ്. ചമ്പാരൻ ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? പെസൻസിന് എഗെയിൻസ്റ്റ് ആണോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആണോ? ദ ഓപ്പറസീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് പ്ലാന്റേഴ്സിന് എഗെയിൻസ്റ്റ് ആണോ? അല്ലെങ്കിൽ നൺ ഓഫ് ദ അബോവ്? ഇതിലൊന്നുമല്ലേ. ഓക്കെ, ചമ്പാരൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആണ്. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ ബീഹാറിൽ നടന്നിട്ടുള്ള, അല്ലെ, ബീഹാറിൽ ചമ്പാരൻ എന്ന് പറയുന്ന വില്ലേജിൽ നടന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ചമ്പാരൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ചമ്പാരനിൽ ഇൻഡിഗോ ഫാമേഴ്സ് ആയിരുന്നു എന്ത് അനുഭവിച്ചിരുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ സഫർ ചെയ്തിരുന്നത്. അപ്പോൾ ചമ്പാരനിലെ എക്സ്പ്ലോയിറ്റേഷൻ സഫർ ചെയ്തിരുന്നത് ഇൻഡിഗോ ഫാമേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ദ ഓപ്പറസീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്ലാന്റേഴ്സ്. ഫാമേഴ്സ് ആരിൽ നിന്നാണ് എക്സ്പ്ലോയിറ്റേഷൻ സഫർ ചെയ്തിട്ടുള്ളത്? യെസ്, നമ്മുടെ പ്ലാന്റേഴ്സിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഓപ്പറസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എന്തിന് കാരണം? ചമ്പാരൻ മൂവ്മെന്റിന് കാരണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധി വിസിറ്റഡ് ചമ്പാരൻ. ഗാന്ധിജി എന്തിനാണ് ചമ്പാരൻ വിസിറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടു സീ ദ പ്ലൈറ്റ് ഓഫ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഇൻ ചമ്പാരൻ, ഓർ ടു സീ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിഗോ പ്ലാന്റേഷൻ, ഓർ ടു സീ ദ മാനേജിങ് സിസ്റ്റം ഓഫ് ദ കമ്പനി, ഓർ നൺ ഓഫ് ദ എബോവ്. ഇവിടെ നമുക്ക് എഗെയിൻ നമുക്ക് കാണാൻ പറ്റും ഇൻഡിഗോ പ്ലാന്റേഴ്സ്, അല്ലേ, ടു സീ ദ പ്ലൈറ്റ് ഓഫ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഇൻ ചമ്പാരൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രോസ് ഓഫ് വേർഡ് ഇൻ യൂറോപ്പ് സോ ക്രോപ്പ് ആസ് കോമ്പറ്റീഷൻ ടു ദർ ഏർണിങ്സ്. ഏത് വേർഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ആളുകൾ എന്തിനാണ് അവരുടെ ഒരു എന്താ പറയുക കോമ്പറ്റേറ്റർ ആയിട്ട് കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവർ ഏത് ക്രോപ്പിനെയാണ് ഭയന്നിരുന്നത്? യെസ്, അത് ഈ പറഞ്ഞ പോലെ തന്നെ കളർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ക്രോപ്പായിരുന്നു ലൈക്ക് ഇൻഡിഗോ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മച്ച് പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡിഗോ വാസ് ഇമ്പോർട്ടഡ് ഫ്രം ഇന്ത്യ ബൈ ബ്രിട്ടൻ ഇൻ 1810? 1810 എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര പ്രൊപ്പോർഷനാണ് ഇന്ത്യയിൽ ഇൻഡിഗോ എന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ബ്രിട്ടനിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം, അല്ലേ. യെസ്, നമുക്കിവിടെ കാണാൻ പറ്റും 95% എന്താണ്, ഇന്ത്യൻ ഇൻഡിഗോ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് യു മീൻ ബൈ നിച്ച് ഓർ റൈറ്റി? നിച്ച് ഓർ റൈറ്റി എന്താണ്? ടു സിസ്റ്റം ആണ് എന്നൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ദ ടു മെയിൻ ഇൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഇൻഡിഗോ ആണോ? അല്ല, ടു സിസ്റ്റം ആണ്. എന്ത് സിസ്റ്റം നമുക്ക് നോക്കാം, അല്ലേ. ദ ടു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഓഫ് ഇൻഡിഗോ കൾട്ടിവേഷൻ ആണോ? ദ ടു മെയിൻ ഏരിയാസ് വെയർ ഇൻഡിഗോ വാസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ ആണോ? ദ ടു മെയിൻ സെറ്റ്സ് ഓഫ് ജമീന്ദാസ് ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആൻസർ തുടക്കത്തിലേ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, അല്ലേ. ദ ടു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഓഫ് ഇൻഡിഗോ കൾട്ടിവേഷൻ, നിച്ച് ആൻഡ് റൈറ്റി. നിച്ചിനും റൈറ്റിക്കും ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദാൻ ഇൻഡിഗോ ഫാമേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 MCQs എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആയി വരുന്നതാണ്, ഇൻഡിഗോ കൾട്ടിവേഷനുമായിട്ടൊക്കെ റിലേറ്റഡ് ആയി വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്കിപ്പോൾ 5 MCQs വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇൻഡിഗോ കൾട്ടിവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഫാമേഴ്സ് റെസിസ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിഗോ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡിഗോ ഫാമിംഗ് എന്ന് പറയുന്ന അത്ര ഈസി വേ ആയിരുന്നില്ല. അതുപോലെ തന്നെ ബ്രിട്ടനിലൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ലോഡ്സ് ഓഫ് എന്തുണ്ടായിരുന്നു, എന്തിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന അന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും എന്ത് ചെയ്തിരുന്നില്ല, ഡിസ്കവർ ചെയ്തിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ലൈക്ക് ഇൻഡിഗോ പോലെയുള്ള ഈ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ക്രോപ്സ് ഈ കളർ ചെയ്യാൻ വേണ്ടി, ഡ്രസ്സൊക്കെ ഡൈ ചെയ്യാൻ വേണ്ടി എന്ത് ആവശ്യമുണ്ടായിരുന്നു, ഇൻഡിഗോ പോലെയുള്ള ക്രോപ്സ് ആവശ്യമുണ്ടായിരുന്നു. ഇനി വോഡ് എന്തുകൊണ്ടാണ്, വോഡിനേക്കാളും ഇൻഡിഗോ ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ വോഡ് അത്ര ഡാർക്ക് കളേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, കുറച്ചും കൂടി ഡള്ളായിട്ടുള്ള കളേഴ്സാണ് വോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇൻഡിഗോയിലാണെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള കളേഴ്സാണ്, റിച്ച് ബ്ലൂ കളേഴ്സൊക്കെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഡിഗോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ ടെക്സ്റ്റൈൽ ഓണേഴ്സ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ പറഞ്ഞ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്, ഇൻഡിഗോയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിഗോയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ദെൻ എന്തുകൊണ്ടാണ് ഇൻഡിഗോ ഫാമേഴ്സ് റെസിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരുന്നു ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ലോട്ട്സ് ഓഫ് എന്തുണ്ടായിരുന്നു, കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള എന്തുണ്ടായിരുന്നില്ല, പ്രോഫിറ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ലോട്ട്സ് ഓഫ് റീസൺസ് കാരണമാണ് ഇൻഡിഗോ
ഫാമേഴ്സ് എന്ത് ചെയ്യുന്നത് അജിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും MCQs ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ ടീമും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.